വെൽക്കം ബാക്ക്. നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് നന്മകൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളെപ്പോഴും സന്തോഷമായി നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ സന്തോഷമായി സമാധാനമായി ദൈവം നമ്മളെ പുലർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള മനുഷ്യത്വം പറ്റാതെ, നമ്മളിലുള്ള കരുണ പറ്റാതെ, നമ്മളിലുള്ള സഹാനുഭൂതി പറ്റാതെ മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കെടുക്കുകയും പങ്കുചേരുകയും സങ്കടത്തെ നമ്മളും അത് പേറിക്കൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് അതൊരു സഹായമാണെങ്കിൽ ജീവിതത്തിലും ദൈവം നന്മയെ തരും. നിങ്ങൾ എളിയവർക്ക് ചെയ്യുന്നത് നിങ്ങൾ യഹോവയ്ക്കല്ലയോ ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്ന് വചനം പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, എൻ്റെ പാപം എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ദോഷങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ സങ്കടങ്ങളിൽ കൂട്ടുനിന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും നിറവുമുള്ളൊരു ജീവിതം എനിക്ക് തന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ചുറ്റുമായിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിൽ, നിങ്ങളുടെ കുടുംബക്കാരിൽ, നിങ്ങളുടെ പരിചയക്കാരിൽ ആർക്കെല്ലാം വിഷമങ്ങളുണ്ടോ, നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾക്ക് അവരുടെ വിഷമത്തിൽ പങ്കുചേരാനും കൊടുക്കാനും, അതെന്തുമായിക്കൊള്ളട്ടെ, സാമ്പത്തികം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ, ഇതെല്ലാം നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിക്കുക. വിഷമഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമ്മൾക്ക് പങ്കുചേരുവാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ജീവിക്കുകയാണോ? ബൈബിളിൽ പറയുന്നു, വചനം പറയുന്നു വളരെ വ്യക്തമായി, നിങ്ങൾ എളിയവരോട് കരുണ കാണിക്കണം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഹല്ലേലൂയ. യഹോവയ്ക്ക് നിങ്ങൾ ചെയ്യുന്നു, എളിയവരോട് കൃപ കാട്ടുന്നത്, എളിയവരോട് കരുണ കാണിക്കുന്നത്, അത് നിങ്ങൾ യഹോവയ്ക്കല്ലയോ ചെയ്യുന്നത്? മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും അങ്ങനെ ഒരു ഹൃദയം നമുക്ക് വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവ, കാരുണ്യത്തിൻ്റെ ഉറവ, മറ്റുള്ളവരുടെ വിഷമത്തിലും പങ്കുചേരുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു കരുണ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് സഹായമാകുന്നത്, അനുഗ്രഹമാകുന്നത് ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 45-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാനായിട്ട് പോവുകയാണ്. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രസാദവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും, നിങ്ങൾ മറ്റുള്ളവരുടെ മുറിവ് കിട്ടുകയും, നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കാളിയാവുകയും, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, സ്നേഹിക്കാം, കരുതാം. ചിലപ്പോൾ ഒരു വിളിയായിരിക്കാം, നിങ്ങളൊരു ഫോൺ വിളിയായിരിക്കാം, അതവർക്കൊരു വലിയ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്. അതേപോലെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയിൽ നിന്ന് വിഷമിച്ചിരിക്കുന്ന, ചുറ്റുവട്ടത്ത് ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന, രോഗികളായിരിക്കുന്ന അവരോട് വിധവന്മാരോട് കരുണ കാണിക്കാനാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയൊരു ഹൃദയം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തുറന്നു വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അടയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ, ആരോടും ഒരു സ്നേഹമില്ലാതെ, ആരോടും ഒരു കാര്യമില്ലാതെ, എൻ്റെ സ്വന്തം കാര്യം എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അനേകരോട് കരുണയും അനേകരോട് സ്നേഹവും കാണിക്കാൻ തക്കവണ്ണം ഓരോരുത്തരുടെ ഹൃദയത്തിലും അങ്ങനൊരു ചിന്ത ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യട്ടെ. അടുത്ത വചനം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. നിങ്ങളൊരു ഭക്തിയുള്ള വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തിന് മുൻപാകെ വളരെ സ്നേഹിച്ച് ശുദ്ധമായി നിർമ്മലമായി നിൽക്കണമെന്ന് ദൈവത്തിൽ നിന്നുള്ള സകല നന്മയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും
ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഒന്ന് അവിടെ പറയുന്നത് വിശുദ്ധിയോടെയുള്ള ജീവിതം, രണ്ട് പറയുന്നത് വിധവമാരെയും അനാഥരെയും അവരെ ഓർക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ദൈവം നന്മകൾ തരുന്നത് മറ്റുള്ളവർക്കും കൂടെ അതൊരു അനുഗ്രഹമാകണം, ബ്ലെസ്സിങ് ആകണം. നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം. നമ്മൾ ഈ ലോകത്തിലുള്ള സകല വ്യക്തികളും അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് സാധിക്കട്ടെ. അവരുടെ വിഷമഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം അവസാനിക്കുമ്പോൾ ചെന്ന് കാണുന്നതല്ല പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ സ്നേഹം, കാരുണ്യം. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ ദൈവം അനുഗ്രഹിക്കും, അവരെ ദൈവം മാനിക്കും. അവർ ദൈവത്തിന്, യഹോവയാം ദൈവത്തിന് വായ്പ കൊടുക്കുന്നു എന്ന് വചനം പറയുന്നു. വചനം ഒരു നാളും മാറുകയില്ല. അവർക്കുറപ്പായും ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്നും വചനം പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ, സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരുണ പറ്റാത്തൊരു ഹൃദയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അവരുടെ വേദനകളിൽ, മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾക്കും ഓരോരുത്തർക്കും പങ്കുചേരുവാനുള്ളൊരു ഹൃദയം ദൈവം തരട്ടെ. വായിക്കാം സദൃശവാക്യങ്ങൾ 14:31. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ലൂക്കോസ് 6:36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവൻ ആകുവിൻ. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് ലഭിക്കും. ഒരു കുടത്തിനകത്ത് ഒരുപാട് വെള്ളം നിറച്ചാൽ ആ വെള്ളം വീണ്ടും വീണ്ടും നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് വീണ്ടും അതിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്, എന്തെല്ലാമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കും. കഥാവെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികൾക്കും കർത്താവ് ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഇവർക്കുണ്ടാകട്ടെ കർത്താവ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ഒരിക്കലും പറ്റാത്തൊരു ഉറവ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മനസ്സലിവിൻ്റെ, ദയയുടെ ഒരു ഉറവ ഇവരിലേക്ക് വന്നു ചേരട്ടെ. വേറൊരു കാര്യം കൂടെ, ബൈബിളിൽ എപ്പോഴെല്ലാം സുവിശേഷം വായിക്കുമ്പോൾ യേശു കർത്താവ് ജനത്തെ കണ്ട് അവൻ മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നിടത്തെല്ലാം ആ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് കഴിഞ്ഞ വചനം വായിച്ച് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ജനങ്ങൾ ഇടയിലില്ലാതെ ചിതറിയിരിക്കുന്നത് കണ്ടിട്ട് യേശു കർത്താവിന് എന്ത് വന്നു? മനസ്സലി വന്നു. അതിനുശേഷം അവിടെ കാണുന്ന അത്ഭുതങ്ങളുടെ കൂട്ടമാണ്. അതേപോലെ അങ്ങനെ ഒരു ഹൃദയമുള്ള ജനങ്ങളെ കാണുമ്പോൾ കമ്പാഷനേറ്റ് ഹാർട്ടോടുകൂടെ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഇതൊരു അനുഗ്രഹമായി മാറും. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ സംഭവിക്കും, വലിയ ദൈവപ്രവർത്തികൾ ഇതിലൂടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതമാക്കുവാൻ, അനുഗ്രഹമാക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിശക്തമായി നിങ്ങൾ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും പറ്റാത്ത ഹൃദയം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.